കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 2000 രൂപ ലഭിച്ചവരെല്ലാം ഈ അറിയിപ്പ് ശ്രദ്ധിക്കാതെ പോകരുത്. കേന്ദ്ര സർക്കാർ നമുക്ക് നൽകുന്ന 3000 രൂപ വീതമുള്ള പെൻഷൻ പദ്ധതി, അതായത് എല്ലാ മാസവും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് 3000 രൂപ വീതം മാസം ലഭിക്കും. അത് നമ്മളുടെ വീട്ടിൽ ഒന്നിലധികം ആളുകൾക്ക് ലഭിക്കും. പക്ഷേ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. കർഷക കുടുംബങ്ങളായിരിക്കണം, അല്ലെങ്കിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവൃത്തി പരിചയങ്ങൾ കുറഞ്ഞത് 3 വർഷമെങ്കിലും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ പ്രതിമാസ വരുമാനമൊക്കെ ആവാം, പക്ഷേ അത് 15000 രൂപയൊക്കെ ആയിരിക്കണം നമുക്ക് ലഭിക്കേണ്ടത്. അതായത് 20000 രൂപയൊക്കെ താഴെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ PF പോലുള്ള ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു പദ്ധതിയെപ്പറ്റി മനസ്സിലാക്കി വെക്കുക. കിസാൻ സമ്മാൻ നിധിയിലെ ഗുണഭോക്താക്കൾക്കും അതോടൊപ്പം തന്നെ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ 3000 രൂപയുടെ പെൻഷൻ പദ്ധതി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് നമ്മുടെ സമീപമുള്ള LICയുടെ ഓഫീസോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയൊക്കെ അപേക്ഷകൾ നൽകാൻ സാധിക്കും. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ മിക്ക അക്ഷയയ്ക്കും CSCയുടെ ലൈസൻസ് കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അക്ഷയ സെൻ്ററിലെത്തിയും അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. ഈ പദ്ധതിയുടെ പേര് കിസാൻ മൻധൻ യോജന എന്നാണ് പദ്ധതിയുടെ പേര്. കർഷകർക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പെൻഷൻ പദ്ധതി കൂടിയാണിത്. അതായത് ഈ പദ്ധതിയിൽ നമ്മൾ അംഗമായി കഴിഞ്ഞാൽ മുടങ്ങാതെ 60ാം വയസ്സ് മുതൽ പ്രതിമാസം 3000 രൂപ വീതം പെൻഷൻ ലഭിക്കും. ഈ പെൻഷൻ പദ്ധതിയിൽ അംഗമാകുന്നതിന് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. കാരണം ഈ പദ്ധതി ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയിലാണ്. നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു അംശാദായം ഈ സ്കീമിലേക്ക് അടയ്ക്കേണ്ടതുണ്ട്. നമ്മൾ അടയ്ക്കുന്ന തുക എത്രയാണോ ആ തുക തന്നെ അതിന് തുല്യമായിട്ടുള്ള വിഹിതം കേന്ദ്ര സർക്കാർ നമ്മളുടെ പേരിൽ നിക്ഷേപിക്കുകയാണ്. പിന്നീട് അത് 60ാം വയസ്സ് മുതൽ നമുക്ക് ലഭിക്കുന്നു. 18ാം വയസ്സിൽ നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരാൾ ചേരുകയാണ് എങ്കിൽ ഈ സ്കീമിൽ അടയ്ക്കേണ്ടത് വെറും 55 രൂപ പ്രതിമാസം. ഇങ്ങനെ എല്ലാ മാസങ്ങളിലും അടച്ചുകൊണ്ടിരിക്കണം. 60 വയസ്സ് എത്തുന്നത് വരെ ഈ അടവ് തുടരുകയും വേണം. ഇനി നമുക്ക് ഒരു 29ാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നത് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രതിമാസം 100 രൂപ അടച്ചാൽ മതിയാകും. എല്ലാ മാസങ്ങളിലും 100 രൂപ പിന്നെ അടച്ചുകൊണ്ടിരിക്കണം. അത് 60 വയസ്സ് എത്തുന്നത് വരെ തുടരുകയും വേണം. ഇനി 40ാം വയസ്സെത്തി ഈ വർഷമാണ് ചേരാൻ താല്പര്യമെങ്കിൽ 40ാം വയസ്സ് ചേരുന്ന ഒരാൾ 200 രൂപ പ്രതിമാസം അടച്ചാൽ മതിയാകും. ഇതാണ് ഏറ്റവും ഉയർന്ന അംശാദായം. അതോടൊപ്പം തന്നെ ഈ തുക തന്നെ കേന്ദ്ര സർക്കാരും 200 രൂപ വീതം നമ്മളുടെ പേരിൽ നിക്ഷേപിക്കും. നമ്മൾ പ്രായത്തിൽ നമ്മൾ ചേരുന്ന പ്രായം എത്രയാണോ അതിനനുസരിച്ച് കൃത്യമായിട്ട് അടയ്ക്കേണ്ട ഒരു അംശാദായമുണ്ട്. ഏറ്റവും കൂടിയത് അത് 40ാം വയസ്സ് ചേരാൻ സാധിക്കുമ്പോഴുള്ള 200 രൂപയാണ്. അപ്പോൾ ഈ തുക കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ 60ാം വയസ്സ് മുതൽ നമുക്ക് 3000 രൂപ വീതം പെൻഷൻ. അതോടൊപ്പം പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ട് കഴിയുമ്പോൾ കുടുംബ പെൻഷൻ ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ. ഇനി 10 വർഷത്തോളം നമ്മൾ അടച്ചു, പക്ഷേ ഇനി തുടരാൻ നിർവാഹമില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവസരമുണ്ട്. അങ്ങനെ പിന്മാറുമ്പോൾ ബാങ്ക് പലിശ നിരക്ക് ഉൾപ്പെടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്കീം കിസാൻ മൻധൻ യോജന തീർച്ചയായിട്ടും അപേക്ഷ വെക്കാൻ താല്പര്യമുള്ള ഗുണഭോക്താക്കൾ അപേക്ഷ വയ്ക്കുക. രജിസ്റ്റർ ചെയ്ത ഒരു കാർഡ് ലഭിക്കും. ആധാർ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, കരമടച്ച രസീത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ അപേക്ഷ വെക്കുന്നതിനും ഇതിനെപ്പറ്റിയുള്ള മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങൾക്കും അടുത്തുള്ള കോമൺ സർവീസ് സെൻറ്റർ, ഓൺലൈൻ സർവീസ് സെൻറ്ററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.